യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളി നാണയവും മോശയുടെ അംശവടിയും ടിപ്പു സുൽത്താൻ്റെ സിംഹാസനവും കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ മലയാളികൾ. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കൽ സംസ്ഥാനത്തെ ചില പോലീസ് ഉന്നതരെ പോലും കബളിപ്പിച്ച വിരുദ്ധനാണ്. മോൺസന്റെ പുതിയൊരു തട്ടിപ്പ് കഥ കൂടി. കൊച്ചിയിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 20 കോടി രൂപയോളം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷണം പോയെന്ന പരാതിയും വ്യാജമെന്ന് സംശയം. വാടക വീട് ഒഴിയാതിരിക്കാനുള്ള മോൺസന്റെ തന്ത്രമാണ് പരാതിക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. മോൺസണുമായി വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പോലീസിൽ അയാൾ പരാതി നൽകിയത്. മോശയുടെ അംശവടി അടക്കമുള്ള തട്ടിപ്പ് സാധനങ്ങളൊക്കെ മോൺസൺ മാവുങ്കൽ സൂക്ഷിച്ചിരുന്നത് കലൂരിലെ വാടക വീട്ടിലാണ്. ഈ വീട് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലിരിക്കെ സ്വർണ്ണ ഖുറാൻ, വാച്ചുകളടക്കം 20 കോടിയുടെ വസ്തുക്കൾ മോഷണം പോയെന്നാണ് പരാതി. ഇന്നലെ മോൺസണുമായി വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പരാതി വ്യാജമാണെന്ന നിഗമനത്തിലേക്ക് നോർത്ത് പോലീസ് എത്തിയത്. വീട് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് മോൺസണും വീട്ടുടമയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വീട് ഒഴിയണമെന്നായിരുന്നു വീട്ടുടമയുടെ ആവശ്യം. വസ്തുക്കൾ മറ്റെവിടെയും മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാടക വീട് ഒഴിയാതിരിക്കാനാണ് മോൺസൺ വ്യാജ പരാതി ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് മോൺസൺ കൊച്ചി കലൂരിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നെന്ന് പരാതി ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷവും മോൺസൺ മോഷണ പരാതി നൽകിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന മോൺസൺ മാവുങ്കൽ പരോളിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതറിഞ്ഞത്. പുരാവസ്തു ശേഖരത്തിലുള്ള പല വസ്തുക്കളും അതിപുരാതനവും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുമുള്ളതാണെന്നും പ്രചരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം, ബൈബിളിൽ പറയുന്ന മോശയുടെ അംശവടി, തിരുവിതാംകൂർ രാജാവിന്റെ ഇരിപ്പിടം, ആദ്യത്തെ ഗ്രാമഫോൺ തുടങ്ങിയ പുരാവസ്തുക്കൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ സിംഹാസനം എന്ന് അവകാശപ്പെട്ടത് ചേർത്തലയിലെ ആശാരി വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. News 18 കൊച്ചി.